ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് തന്നെ ദുൽഹിജ്ജയിലെ ആദ്യ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് ശേഷം അറഫ നോമ്പിന് ശേഷം നമ്മുടെ കുടുംബത്തോടൊപ്പം നാട്ടുകാരോടൊപ്പം അതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസല്ലയിൽ നമ്മുടെ ഏവരെയും ഒരുമിപ്പിച്ചിരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദിവസം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ പ്രിയമുള്ള, അവന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന അഅ്ദമൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസമെന്നാൽ അത് യൗമുൻ നഹറാണ്, അഥവാ ദുൽഹിജ്ജ 10-ാം ദിവസം, ഈദിന്റെ ദിവസം, സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സുദിനമായ യൗമുൻ നഹർ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസമാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമ്മ യൗമുൽ ഖർ, പിന്നീട് അതിന് ശേഷമുള്ള യൗമുൽ ഖർ ദുൽഹിജ്ജ 11-ാം ദിവസമാണ് എന്നും അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മഹത്തായ ദിവസത്തിൽ നിർഭയത്വത്തോടുകൂടി അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടി എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നന്ദി കാണിക്കേണ്ടത് ഈ സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് പ്രകാരം സന്തോഷവും ആഹ്ലാദവും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. സ്വയം സന്തോഷിക്കുകയും മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ റസൂലേ പറയുക, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക, നിങ്ങൾ ഒരുക്കി വെക്കുന്നതിൽ ഏറ്റവും ഖൈറായതാണത് എന്ന് അല്ലാഹു പറയുകയാണ്. ഈ ദിനത്തിൽ, പെരുന്നാളിന്റെ സുദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്, ആഹ്ലാദം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമ ദീനിന്റെ പ്രത്യക്ഷമായ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ന്
ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ഈ ദിവസം സന്തോഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം അത് ആഗ്രഹിക്കപ്പെടാവുന്ന ആരാധനാ കർമ്മമാണത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ ദിവസത്തിൽ സന്തോഷിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ ആഘോഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആഘോഷിക്കേണ്ടതും ആഹ്ലാദിക്കേണ്ടതും. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു പ്രവണതയും ഈ ദിവസത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. ഈ ഈദിന്റെ ദിവസം, അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത ഈ ദിവസം, സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഈ ദിവസം തിന്മകളും ഹറാമുകളും ചെയ്യുന്ന ഒരു ദിവസമായി ഓരോ മുസ്ലിമും മാറ്റുവാൻ പാടില്ല. സംഗീതം കേൾക്കുന്ന, അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്ന, അതുപോലെ തന്നെയുള്ള ഹറാമുകളുടെ ദിവസമായി ഈ ദിവസത്തെ നമ്മൾ ഓരോരുത്തരും മാറ്റുവാൻ പാടില്ല എന്നുള്ളതാണ്. ഓരോ കുടുംബത്തിന്റെയും കുടുംബനാഥന്മാർ, ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അവരുടെ ഭാര്യമാരുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, അവർ ഹറാമിലേക്ക് പോകാതെ അവരെ നിലക്ക് നിർത്തുക എന്നുള്ളത് അവരുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അയാൾ അവരെ സഹായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ഈദിന്റെ മുസല്ലകളിൽ സ്ത്രീകളോട് പ്രത്യേകം ഉപദേശിക്കാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ വസ്ത്രധാരണ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ഹിജാബ് പാലിക്കേണ്ടതുണ്ട്. ഇടുങ്ങിയതും അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം വെളിവാക്കുന്നതുമായ വസ്ത്രങ്ങൾ അവർ ധരിക്കുവാൻ പാടില്ല. അന്യ പുരുഷന്മാരുടെ മുൻപിലൂടെ സുഗന്ധം പൂശിക്കൊണ്ട് അവരുടെ ഇടയിലൂടെ നടന്നു പോകുവാൻ പാടില്ല. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി സ്ത്രീകളെ വിലക്കിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറഞ്ഞു, ഇദാ ശഹിദത ഇഹ്ദാകുന്നൽ മസ്ജിദ ഫലാ തമസ്സ തീബൻ. സ്ത്രീകളെ, നിങ്ങളിൽ ആരെങ്കിലും മുസല്ലയിൽ ഹാജരായാൽ, പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാൽ അവർ സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല. കുറച്ചുകൂടി കഠിനമായ, കുറച്ചുകൂടി ശക്തമായ താക്കീതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മർഅതു ഇദാ ഇസ്തഅതറത് ഫമറത് ബിൽ മജ്ലിസി ഫഹിയ സാനിയ. ഒരു സ്ത്രീ അവൾ അലങ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സുഗന്ധം പൂശിക്കൊണ്ട് അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ നടന്നാൽ അവൾ വ്യഭിചാരിണിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ ഉണർത്തുമ്പോൾ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം, താക്കീത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഈദിന്റെ ദിവസത്തിൽ ഇത്തരത്തിലുള്ള ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിനെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ നാവുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് നൽകിയ ഉപദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റഅയ്തു അക്സറ അഹ്ലിഹാ നിസാ. നരകത്തിൽ ധാരാളം ആളുകളായി ഞാൻ കാണപ്പെട്ടത് സ്ത്രീകളെ എന്നാണ്. അതിന് കാരണമായി അവിടുന്ന് പറഞ്ഞു, യുക്സിർനൽ ലഅന വയക്ഫുർനൽ അശീർ. അവർ ധാരാളമായി ശാപവാക്കുകൾ അധികരിപ്പിക്കുകയും ഭർത്താക്കന്മാർ അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇത് പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ദിവസം സന്തോഷം നമ്മൾ വർദ്ധിപ്പിക്കുക. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് സ്നേഹവും അനുകമ്പയും നമ്മൾ പരസ്പരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവല അദുല്ലുകും ബിശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തു. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ആ കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം അത് വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഈദിന്റെ സുദിനത്തിൽ പരസ്പരം കാണുമ്പോൾ ഈദിന്റെ ആശംസകൾ പരസ്പരം കൈമാറുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഹലാലായ രീതിയിൽ നാട്ടിൽ അറിയപ്പെട്ട എന്തെല്ലാം നല്ല വാക്കുകളുണ്ടോ അതുകൊണ്ടെല്ലാം ഈദിന്റെ സന്ദേശം, ഈദിന്റെ ആശംസകൾ പരസ്പരം കൈമാറാം. എന്നാൽ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു ചര്യയുണ്ട്. ഈദിന്റെ സുദിനത്തിൽ അവർ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ
ഈദിന്റെ ആശംസകൾ നൽകിക്കൊണ്ട് അവർ പരസ്പരം പറയാറുണ്ടായിരുന്നു, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അമലുസ് സാലിഹാത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ഇത് നമ്മൾ മറക്കുവാൻ പാടില്ല. പരസ്പരം ഈദിന്റെ ആശംസകൾ നൽകിക്കൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ നമ്മൾ സന്തോഷിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്തബസ്സുമു ഫീ വജ്ഹി അഖീക ലക സ്വദഖ, നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് നിനക്ക് ദാനധർമ്മത്തിന്റെ പ്രതിഫലമാണ്. അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, അവനോട് നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് സ്വദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പരസ്പരം സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക് ധാരാളമായി സ്വദഖകൾ കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പെരുന്നാളിന്റെ ദിവസം സ്വദഖയുടെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാതാപിതാക്കളെ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ ദിവസത്തിൽ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും സന്തോഷം പ്രകടിപ്പിക്കുക. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നന്മകൾ ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ പെരുന്നാളിൽ ആഘോഷിക്കേണ്ടത്, ആഹ്ലാദിക്കേണ്ടത്. അതല്ലാതെ തിന്മകൾ ചെയ്തുകൊണ്ടല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. കുടുംബബന്ധം അത് പുലർത്തുവാൻ, അത് പുതുക്കുവാൻ അതിനുള്ള ഒരു അവസരമാണ് ഓരോ പെരുന്നാളുകളും. പരസ്പരമുള്ള പിണക്കങ്ങൾ അത് ഇണക്കങ്ങളാക്കി മാറ്റാൻ, പരസ്പരമുള്ള വിദ്വേഷങ്ങൾ, പരസ്പരമുള്ള പകകൾ അതെല്ലാം മനസ്സിൽ നിന്ന് തുടച്ചു നീക്കുവാൻ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുവാൻ ഉള്ള ഒരു അവസരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെരുന്നാളിന്റെ സുദിനത്തെ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു സഹോദരൻ അവന്റെ സഹോദരനുമായി 3 ദിവസത്തിൽ കൂടുതൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അത് ഹറാമായ കാര്യമാണ്. അവന്റെ മേലെ ഹലാലല്ല, അത് ഹറാമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ആ പിണക്കം 1 കൊല്ലം കൂടുകയാണ് എങ്കിൽ തന്റെ സഹോദരനെ കൊലപാതകം ചെയ്തതിന് തുല്യമാണത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. പരസ്പരം പിണങ്ങിയിരിക്കുക, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ, ഭൗതികമായ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം കണ്ടാൽ സലാം പറയാതിരിക്കുക, ചിരിക്കാതിരിക്കുക, അതുപോലെ തന്നെ പരസ്പരം പിണങ്ങി നിൽക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തെ തടയുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പുണ്യ ദിവസത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നികത്തപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും അതിനുള്ള അവസരമായി ഈ ദിവസങ്ങൾ നമ്മൾ കണക്കാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വൽയഅഫു വൽയസ്ഫഹു, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, അവർ വിശാലത കാണിക്കട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലേ? നിങ്ങളോട് അനീതി കാണിച്ചാലും അവർക്ക് വിട്ടുകൊടുക്കുവാൻ മനസ്സിന്റെ വിശാലത കാണിക്കുക എന്നുള്ളതാണ്. തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും നമ്മൾ പോയി സലാം പറഞ്ഞ് ആ കാര്യങ്ങൾ നികത്തുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിണങ്ങി നിൽക്കുന്ന ആളുകളിൽ വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങുന്നവനാണ് അവരിൽ ഉത്തമരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പെരുന്നാളിനെ നമ്മൾ സന്തോഷത്തിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിന്റെ ആഘോഷത്തിലാണുള്ളത്. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആഘോഷങ്ങൾ പോലെയല്ല. അത് അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും തൗഹീദിന്റെയും ആഘോഷമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ജൂതന്മാർക്ക് പല ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഇത് ജാഹിലിയ്യത്തിൽ ഞങ്ങൾ ആഘോഷമായി കണക്കാക്കിയ 2 ദിവസങ്ങളാണ് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആഘോഷങ്ങളെക്കാൾ ഉത്തമമായ 2 ആഘോഷങ്ങൾ നിങ്ങൾക്ക് പകരം തന്നിരിക്കുന്നു എന്നുള്ളതാണ്. കേവല കളിയുടെയും വിനോദത്തിന്റെയും ആഘോഷങ്ങൾ അതിന് പകരം നന്ദിയുടെയും അതുപോലെ തന്നെ അല്ലാഹുവിനെ സ്മരിക്കുന്നതിന്റെയും തൗഹീദിന്റെയും ഇബാദത്തിന്റെയും ആഘോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ ഫഹാദാ ഈദുനാ,
അബൂബക്കർ എല്ലാ സമൂഹങ്ങൾക്കും, എല്ലാ മതവിഭാഗങ്ങൾക്കും, എല്ലാ സമൂഹങ്ങൾക്കും ഓരോ ആഘോഷങ്ങളുണ്ട്. ഇത് നമ്മളുടെ ആഘോഷമാണ്. ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, ഈ രണ്ട് ആഘോഷങ്ങൾ മുസ്ലിമിന്റെ ആഘോഷമാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഈ രണ്ട് ആഘോഷങ്ങളല്ലാതെ ഒരു ആഘോഷവും മുസ്ലിമിനില്ല എന്നുള്ളതാണ്. അത് എന്തെല്ലാം പേരുകൾ നൽകി വിളിക്കപ്പെട്ടാലും ഈ രണ്ട് ആഘോഷങ്ങളല്ലാതെ ഒരു മുസ്ലിമിന് മറ്റൊരാഘോഷമില്ല. ഈ ആഘോഷം തൗഹീദിന്റെ ആഘോഷമാണ്. ഈ ആഘോഷങ്ങളിലെ ഏറ്റവും വലിയ സന്ദേശം അത് തൗഹീദിന്റെ ഏകദൈവാരാധനയുടെ സന്ദേശമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ ആഘോഷത്തിന് നമ്മൾ വരുമ്പോൾ തക്ബീർ ധ്വനികൾ മുഴക്കി. എന്താണ് തക്ബീറുകളിലുള്ളത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അവനെ പോലെ അറിവിന്റെ കാര്യത്തിലോ കഴിവിന്റെ കാര്യത്തിലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷങ്ങളുടെ കാര്യത്തിലോ വലിയതായി മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്താൻ ഒരു വാക്കുകൾക്കും മതിയാവുകയില്ല എന്ന പ്രഖ്യാപനമാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ ആരാധനകൾക്കും അർഹനായിട്ടുള്ളവൻ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എല്ലാ സ്തുതികളും ഉള്ളത് എന്ന പ്രഖ്യാപനമാണ്. പിന്നീട് നമ്മൾ ഒന്ന് നിസ്കരിച്ചു, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള ഇബാദത്താണ്. പിന്നീട് നമ്മളതാ ഉളൂഹിയ്യത്ത് അറുക്കുന്നു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള ഇബാദത്താണ്. ഈ ആഘോഷത്തിൽ മുഴുവൻ തൗഹീദ് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്നാൽ അത് തൗഹീദാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു പറഞ്ഞില്ല, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലെ പറയുക, ഇന്ന സ്വലാത്തി എന്റെ നിസ്കാരം, വനുസുകി എന്റെ ബലികർമ്മം, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ് എന്ന്. ലാ ശരീക ലഹു അവനിൽ യാതൊരു പങ്കുകാരുമില്ല എന്ന പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമിന്റെ ആഘോഷത്തിൽ, ഇസ്ലാമിന്റെ ആഘോഷത്തിൽ ശിർക്കിനോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനോ യാതൊരു സ്ഥാനവുമില്ല. ഇസ്ലാമിന്റെ ആഘോഷങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആളുകൾക്കുള്ള ബലികർമ്മമില്ല. ഇസ്ലാമിന്റെ ആഘോഷങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥനയില്ല. ഇസ്ലാമിന്റെ ആഘോഷങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആളുകളോടുള്ള ഇസ്തിഗാസയില്ല. ഇസ്ലാമിന്റെ ആഘോഷങ്ങളിൽ സംഗീതത്തിന്റെ പരിവേഷമില്ല. ഇസ്ലാമിന്റെ ആഘോഷങ്ങളിൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള കൂടിക്കലറുകളില്ല. ഇസ്ലാമിന്റെ ആഘോഷത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഇസ്ലാമിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള അനുസരണയാണ്. അത് തൗഹീദാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പ്രത്യേകിച്ചും സഹോദരങ്ങളെ, ഈദുൽ അദ്ഹ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മ നിലനിൽക്കുന്ന ആഘോഷമാണ്. ഈദുൽ അദ്ഹയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം നമ്മൾ അയവിറക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ തൗഹീദിന്റെ ഇമാമാണ്. തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം കൊടുക്കപ്പെടേണ്ട ആരാധനകൾ അത് മറ്റുള്ള ആളുകൾക്ക്, സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അല്ലാഹുവിന് മാത്രമാണ് ആ ഇബാദത്തുകൾക്ക് അവകാശമുള്ളത് എന്ന പ്രബോധന വീതിയിൽ ആഹോരാത്രം രാപ്പകലുകളില്ലാതെ പണിയെടുത്ത, അതിനുവേണ്ടി പ്രൗഢമായ പ്രബോധനം നടത്തിയ, ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ പിതാവിനോട് പറഞ്ഞില്ല, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്റെ പൊന്നുപ്പ, കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരമോ ഉപദ്രവമോ നേടിത്തരാത്ത കാര്യങ്ങളെ താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്നിങ്ങനെ യുക്തിഭദ്രമായ പ്രബോധനം നടത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റുവാൻ, അവിടുത്തെ മാർഗത്തിൽ അണിനിരക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന്.
فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റില്ല. അത് ഹനീഫായ മാർഗമാണ്. അദ്ദേഹം ഹനീഫായിരുന്നു. ഷിർക്കിന്റെ എല്ലാ ലാഞ്ചനകളിൽ നിന്നും കറകളഞ്ഞ കലർപ്പില്ലാത്ത തൗഹീദിലേക്ക് ചാഞ്ഞ് ഉറച്ചു നിന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ഷിർക്ക് ചെയ്തിട്ടില്ല. മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്റാനിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജൂതനോ നസ്റാനിയോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. തൗഹീദിൽ ഉറച്ചു നിന്ന മുസ്ലിമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഷിർക്ക് ചെയ്തിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഓർമ്മയുള്ള ഈ ഈദുൽ അദ്ഹ, ആ ഈദുൽ അദ്ഹയിൽ നമ്മൾ സ്മരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മുഴുവൻ തൗഹീദാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ തൗഹീദും ശിർക്കിൽ നിന്നുള്ള താക്കീതുമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിനു വേണ്ടി രാപ്പകലുകളില്ലാതെ പണിയെടുത്ത പ്രവാചകൻ. വിഗ്രഹങ്ങളെ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ സ്വന്തം കരങ്ങൾ കൊണ്ട് തച്ചുടച്ച പ്രവാചകൻ. ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്കിന്റെ കാര്യത്തിൽ നിർഭയനായിരുന്നില്ല. എനിക്ക് ഷിർക്ക് സംഭവിക്കുകയില്ല, ഞാൻ മുസ്ലിമായിക്കൊണ്ട് മരണപ്പെടും, മുസ്ലിം അല്ലാതെ ഞാൻ മരണപ്പെടില്ല എന്ന നിർഭയത്വം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ടായിരുന്നില്ല. അദ്ദേഹം ഷിർക്കിൽ നിന്ന് പേടിച്ചിരുന്നു, ഷിർക്കിൽ നിന്ന് താക്കീത് ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിച്ചതായി കാണാം, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആർക്കാണ് ധൈര്യം പ്രകടിപ്പിക്കുവാൻ, നിർഭയനാകുവാൻ സാധിക്കുക? ശിർക്ക് സംഭവിക്കുകയില്ല, മുസ്ലിമായിക്കൊണ്ട് മരണപ്പെടും തീർച്ചയാണ് എന്ന് തീർച്ച പറയുവാൻ, നിർഭയത്വത്തിലാകുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം ആർക്കാണ് സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുവഹ്ഹിദുകൾ, തൗഹീദുള്ള അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഓരോ ആളുകളും ഷിർക്കിനെ ഭയപ്പെടുകയും അതിൽ നിന്ന്, അതിന്റെ ലാഞ്ചനകളിൽ നിന്ന്, അതിന്റെ ഇനങ്ങളിൽ നിന്ന് ബഹുദൂരം അകലെയാകുകയും ചെയ്യേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠമാണ്. യഥാർത്ഥത്തിലെ ഈദുൽ അദ്ഹ അത് ആഘോഷിക്കുന്ന ആളുകൾ, അത് യഥാർത്ഥ രൂപത്തിൽ ആഘോഷിക്കാൻ സാധിക്കുന്ന ആളുകൾ ഈ തൗഹീദ് ഉൾക്കൊണ്ട ആളുകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മാർഗം പിൻപറ്റിയ ആളുകളാണ്. അതല്ലാത്ത ആളുകൾക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശമില്ലാത്ത ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈദുൽ അദ്ഹ ആഘോഷിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ സന്ദേശം അത് തൗഹീദാണ്. അല്ലാഹു പറഞ്ഞു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ നിന്ന്, അതിനെ തൊട്ട് വിമുഖത കാണിക്കുന്ന ആളുകൾ അവർ വിഡ്ഢികളാണ് എന്നാണ്. അവർ അവരുടെ സ്വന്തം ശരീരങ്ങളോട് വിഡ്ഢിത്തം പ്രവർത്തിച്ചവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പാഠം അത് തൗഹീദിന്റെ പാഠമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം അത് തൗഹീദിന്റെ പാഠമാണ്. ആ തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കുകയും തൗഹീദ് കൂടുതൽ പഠിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചര്യയായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായ ഉളുഹിയ്യത്തിന്റെ കാര്യങ്ങൾ, ബലിയറുക്കലിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് സാമ്പത്തികമായി ചെയ്യുന്ന ഏറ്റവും വലിയ സ്വതക്കയാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണ് എന്ന് വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വജദ സഅതൻ ഫലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന.
കഴിവുണ്ടായിട്ടും ഉദ്ഹിയ്യത്ത് അറുക്കാത്ത ആളുകൾ അവർ ഞങ്ങളുടെ മുസല്ലയിലേക്ക് അടുക്കേണ്ടതില്ല, അവർ മുസല്ലയിലേക്ക് അടുത്തു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കഴിവുണ്ടായിട്ടും ഉദ്ഹിയ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ അവർ കുറ്റക്കാരാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്തിന് കഴിവുണ്ടായിട്ടും മാറി നിൽക്കുക എന്നുള്ളത് ഗുരുതരമായ ചിന്തയാണ്. കഴിവുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ആ ഇബാദത്ത് നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ബലിമൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുക, മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തഖ്വയും നിങ്ങളിൽ നിന്നുള്ള ഇഖ്ലാസുമാണ്. ഇഖ്ലാസ് ഇല്ലാതെ സഹോദരങ്ങളെ, പൊങ്ങച്ചത്തിന്റെ പേരിൽ ആളുകളെ കാണിക്കുന്നതിന്റെ പേരിൽ ഉളുഹിയ്യത്ത് അറുത്തു കഴിഞ്ഞാൽ അതിന് യാതൊരു ഫലവും ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ആ ഉളുഹിയ്യത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഉളുഹിയ്യത്ത് അറുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നീയത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അറുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ. ബലിമൃഗത്തെ അതിനെ ആശ്വസിപ്പിക്കുകയും ബലിയറുക്കുന്ന അറവ് കത്തി അതിന് മൂർച്ച കൂട്ടുകയും ആ ബലിമൃഗത്തെ മറ്റുള്ള ബലിമൃഗങ്ങളെ അറുക്കുന്നത് കാണിക്കാതെയും അതിനെ ആശ്വസിപ്പിച്ചുകൊണ്ടുമാണ് ബലിയറുക്കേണ്ടത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ദബഹ്തും ഫഅഹ്സിനു ദബ്ഹ്. നിങ്ങൾ അറുക്കുകയാണ് എങ്കിൽ നല്ല രൂപത്തിൽ അറുക്കുക. വൽയുഹിദ്ദ അഹദുകും ശഫറതഹു. നിങ്ങളുടെ അരിവാൾ, നിങ്ങളുടെ അറവ് കത്തി അതിനെ മൂർച്ച കൂട്ടുക. ഫൽയുരിഹ് ദബീഹതഹു. നിങ്ങളുടെ അറവ് മൃഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി ആടിനെ അറുക്കുന്ന സന്ദർഭത്തിൽ അതിനെ കുറച്ച് ബലം പ്രയോഗിക്കുകയും അതിനോട് കുറച്ച് കാർക്കശ്യത്തോടുകൂടി പെരുമാറുകയും ചെയ്തപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വശാതു ഇൻ റഹിംതഹാ റഹിമകല്ലാഹ്. ഒരാട് അതിനോട് നീ കാരുണ്യം കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കാരുണ്യം ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അറുക്കുന്ന സന്ദർഭത്തിൽ ബലിമൃഗത്തെ ഖിബിലക്ക് അഭിമുഖമായി കിടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഖിബിലക്ക് അഭിമുഖമല്ലാതെ ബലിമൃഗങ്ങളെ കടത്തി അറുക്കുക എന്നുള്ളത് വെറുത്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അറുക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ വല്ലാഹു അക്ബർ എന്ന് പറയുക. അറുത്തു കഴിഞ്ഞാൽ അല്ലാഹുവേ ഇത് സ്വീകരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി, അല്ലാഹുവേ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത്തരം മര്യാദകൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അറുക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ ഉറക്കെ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് ഹദീസുകളിൽ സുന്നത്തുകളിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. പെരുന്നാളിന്റെ മുസല്ലയിൽ തക്ബീർ ചൊല്ലുന്നത് പോലെ ഒരുമിച്ച് എല്ലാവരും ഉറക്കെ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് അറുക്കുന്ന സന്ദർഭത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. അറുക്കുന്ന വ്യക്തി മാത്രം ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറുക്കുകയും അറുത്തതിന് ശേഷം അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഈ സുദിനങ്ങൾ ഇനിയുള്ള 3 ദിവസങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാഹ്, അത് തിന്നുന്നതിന്റെയും അതുപോലെ തന്നെ കുടിക്കുന്നതിന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിന്റെയും ദിവസങ്ങളാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്ന മഹത്തായ ഇബാദത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ മറന്നുകൂടാ. തക്ബീറുകൾ ധാരാളമായി അധികരിപ്പിക്കുക. നിസ്കാരശേഷമുള്ള 3 തക്ബീറുകൾ, അതിനു പുറമെ ധാരാളമായി തക്ബീറുകൾ ഉറക്കെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണത് എന്നുള്ളതാണ്. ഈ ദിവസങ്ങൾ ഇസ്ലാമിന്റെ പെരുന്നാൾ ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഈ 3 ദിവസങ്ങൾ ദുൽഹിജ്ജ 13 വരെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. പെരുന്നാൾ മുസല്ലയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വഴിയിലൂടെ പോകുക, പെരുന്നാൾ മുസല്ലയിലേക്ക് ഒരു വഴിയിലൂടെ വരികയും പോകുന്നത് മറ്റൊരു വഴിയിലൂടെ ആക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മഹത്തായ ഒരു സുന്നത്താണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിൽപ്പെട്ടതാണ് എന്ന് സഹാബികൾ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പെരുന്നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിക്കാത്ത പെരുന്നാളായി നമ്മൾ മാറ്റുക. പെരുന്നാൾ അതിലൊരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുക, തക്ബീറുകൾ ധാരാളമായി ചൊല്ലുക, ഉളുഹിയ്യത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉളുഹിയ്യത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും എളുപ്പവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله وسلم وبارك على عبده ورسوله وعلى آله وصحبه وسلم.